നമസ്കാരം. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റർ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക് ഭാഗങ്ങളിലൊന്നായ NDPS ആക്ട് ആണ്. നമുക്കറിയാം, ഒരു മത്സര പരീക്ഷയെ സമീപിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമുക്ക് ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാമിന്റെ സിലബസിലെ മൊഡ്യൂൾ 2 പറയുന്ന NDPS ആക്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഓരോ നിയമങ്ങളും, അതായത് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട സിലബസിലെ അബ്കാരി, NDPS, കോട്ട്പ പോലുള്ള നിയമങ്ങളെല്ലാം വളരെ ഗൗരവമായി തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് നിയമത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ NDPS ആക്ട്. NDPS ആക്ട് എന്തെന്നാൽ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 എന്നതാണ് ഈ നിയമത്തിന്റെ പേര്. നമുക്ക് നോക്കാം. അബ്കാരി ആക്ട് എല്ലാം നമ്മൾ പഠിച്ചിരുന്നു. മദ്യത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്, മദ്യവുമായി മറ്റ് ലഹരി മരുന്നുകളുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്തെല്ലാം നമ്മുടെ NDPS ആക്ട് പരാമർശിക്കുകയുണ്ടായി. അപ്പൊ NDPS ആക്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം NDPS പല പല നിയമങ്ങളിലും പരാമർശിക്കുന്ന ഒരു നിയമം തന്നെയാണ് NDPS ആക്ട്. അപ്പോൾ NDPS ആക്ടിന്റെ പ്രത്യേകത എന്നാൽ മയക്കുമരുന്ന്, ലഹരി മരുന്ന് അതുപോലുള്ള വസ്തുക്കളുടെ എല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ്. ഇന്ത്യൻ സർക്കാരിന്റെ അല്ലെങ്കിൽ ഭാരത സർക്കാരിന്റെ എല്ലാം കൊണ്ടും ഏകോപിപ്പിക്കുന്ന ഒരു നിയമം തന്നെയാണ് NDPS ആക്ട്. നമുക്ക് വിശദമായിട്ട് അതിലേക്ക് കടക്കാം. ഏതെങ്കിലും മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി പദാർത്ഥം ഉൽപ്പാദിപ്പിക്കാനും കൃഷി ചെയ്യാനും കൈവശം വെക്കാനും വിൽക്കാനും വാങ്ങാനും ഉപഭോഗത്തിനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് NDPS ആക്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു നിയമം അഥവാ എല്ലാത്തിനും വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു നിയമം തന്നെയാണ് NDPS ആക്ട്. ഏതെങ്കിലും ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി പദാർത്ഥം ഉൽപ്പാദിപ്പിക്കാനും കൃഷി ചെയ്യാനും കൈവശം വെക്കാനും വിൽക്കാനും വാങ്ങാനും ഉപഭോഗത്തിനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് NDPS ആക്ട്. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് NDPS ആക്ട് എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം, ലഹരി മരുന്നോ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട എല്ലാ നിയന്ത്രണങ്ങളുടെയും ഒരു ഏകോപിപ്പിക്കുന്ന ഒരു പൂർണ്ണമായ ഒരു നിയമം തന്നെയാണ് NDPS ആക്ട്. നമ്മൾ NDPS ആക്ടിന്റെ പൂർണ്ണരൂപം പറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി പറയാം. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്നാണ് ആക്ടിന്റെ പേര്. 1985 എന്നാണ് നിയമത്തിന്റെ പേരിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട വർഷം തന്നെയാണ്. വർഷം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ നിയമം പറയുമ്പോഴും അതിന്റെ വർഷം, അത് പ്രാബല്യത്തിൽ വന്ന വർഷം കൂട്ടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം NDPS ആക്ട് 1985 എന്ന് തന്നെ പഠിക്കാം. നമുക്ക് നിയമത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ആദ്യം തന്നെ നീഡ് ഫോർ എനാക്ട്മെന്റ് അഥവാ നിയമത്തിന്റെ ആവശ്യകത. എന്തിനാണ് NDPS ആക്ട് നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്? എന്താണ് അതിന്റെ ധർമ്മം, എന്താണ് അതിന്റെ കടമ? അതൊക്കെ നമുക്ക് നോക്കാം. മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവ സംബന്ധമായ അന്താരാഷ്ട്ര കൺവെൻഷനുകളുടെ വ്യവസ്ഥ നിറവേറ്റുക പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്തിനാണ് NDPS നിയമം ഇന്ത്യയിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവ സംബന്ധമായ അന്താരാഷ്ട്ര കൺവെൻഷനുകളിലെ വ്യവസ്ഥകൾ നിറവേറ്റുക. നമുക്കറിയാം, പല പല കൺവെൻഷനുകൾ നമ്മുടെ ലഹരി മരുന്ന് അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസുകളെല്ലാം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട പല പല കൺവെൻഷനുകൾ പല രാജ്യങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ നടക്കാറുണ്ട്. അപ്പോൾ അതുപോലുള്ള തീരുമാനങ്ങൾ, അവരെടുക്കുന്ന പ്രത്യേക നിയമങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി ബാധ്യസ്ഥമായിട്ടുള്ള ഒരു നിയമമാണ് NDPS ആക്ട്. അതുപോലെ തന്നെ മയക്കുമരുന്ന് സംബന്ധമായി ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ ഏകീകരിക്കുക. പ്രത്യേക ശ്രദ്ധിക്കുക, മയക്കുമരുന്നുമായി സംബന്ധിച്ച് ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ നിയമങ്ങളും നമ്മുടെ NDPS ആക്ടിൽ ഏകീകരിക്കുന്നു. പിന്നെ മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് കർശനമായ നിയമ വ്യവസ്ഥകൾ കൊണ്ടുവരിക. നമ്മൾ നിയന്ത്രണത്തെ പറ്റി പറഞ്ഞിരുന്നു. അപ്പം മയക്കുമരുന്ന്, ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട എല്ലാ നിയന്ത്രണങ്ങളും NDPS നിയമത്തിന് കീഴിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇവയുടെ അനധികൃത കടത്തുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ കണ്ടുകിട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ലക്ഷ്യം തന്നെയാണ് അല്ലെങ്കിൽ ഉദ്ദേശം തന്നെയാണ് മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങളുമായി ഇവയുടെ അനധികൃത കടത്തുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ കണ്ടുകിട്ടുക എന്നുള്ളത് നമ്മുടെ NDPS ആക്ടിന്റെ ഒരു ഉദ്ദേശം തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ NDPS ആക്ടിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കൺവെൻഷനുകളിലെ വ്യവസ്ഥകൾ നിറവേറ്റുക എന്നുള്ളത് ഒരു നമ്മുടെ ഉദ്ദേശം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ, അതായത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏകീകരിക്കുക. അതുപോലെ തന്നെ മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങളുമായി ഇവയുടെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് കർശനമായ നിയമവ്യവസ്ഥ കൊണ്ടുവരിക എന്നുള്ളത് NDPS ആക്ടിന്റെ ഒരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ കണ്ടുകിട്ടുക.
ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ NDPS ആക്ടിന്റെ ഉദ്ദേശങ്ങൾ. സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓരോന്നും പഠിച്ചു വെക്കാം. അടുത്തായി, ഇന്ത്യയിൽ NDPS നിയമം നടപ്പിലാക്കാൻ ഉണ്ടായ സാഹചര്യം എന്ത് കാരണത്താലാണ് NDPS ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നതാണ് നമുക്ക് NDPS ആക്ടിനെ പറ്റി പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. 1985 വരെ ഇന്ത്യക്ക് മയക്കുമരുന്ന് സംബന്ധിച്ച് നിയമനിർമ്മാണം ഉണ്ടായിരുന്നില്ല. അപ്പം 85 മുമ്പ് വരെ മയക്കുമരുന്ന് ഇന്ത്യയിൽ വളരെ സുലഭമായിരുന്നു. അതായത് നോർത്തേൺ സ്റ്റേറ്റുകളിൽ, അതായത് വടക്കേ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും തന്നെ, മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും തന്നെ ഡ്രഗ് അബ്യൂസ് വളരെ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 1985 മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ 1985 മുമ്പ് വരെ നിയമനിർമ്മാണമൊന്നും ഉണ്ടായിരുന്നില്ല മയക്കുമരുന്നുമായി സംബന്ധിച്ച്. അതായിരുന്നു പ്രധാനപ്പെട്ട നമ്മുടെ NDPS ആക്ട് നിലവിൽ വരാനുള്ള കാരണം. അടുത്ത, BC 2000 മുതൽ ഇന്ത്യയിൽ കഞ്ചാവ് പുകവലി ഉണ്ടായിരുന്നതായി അഥർവവേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. പ്രത്യേക ശ്രദ്ധിക്കുക, BC 2000 മുതൽ, അതായത് യേശുക്രിസ്തു ജനിക്കുന്ന വർഷം മുതൽ തന്നെ ഇന്ത്യയിൽ കഞ്ചാവ് ഉപയോഗം ഉണ്ടായിരുന്നതായി അഥർവവേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. പ്രത്യേക ശ്രദ്ധിക്കുക, അഥർവവേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. കഞ്ചാവും അതിന്റെ വകഭേദങ്ങളായ മരിജ്വാന, ഹാഷിഷ്, ചരസ്, ഭാങ് തുടങ്ങിയവ 1985 വരെ ഇന്ത്യയിൽ നിയമപരമായി വിറ്റിരുന്നു. അപ്പം 1985 മുമ്പ് വരെ ഇതുപോലുള്ള കഞ്ചാവിന്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള കഞ്ചാവ്, അതുപോലെ വകഭേദങ്ങളായിട്ടുള്ള മരിജ്വാന, ഹാഷിഷ്, ചരസ്, ഭാങ് തുടങ്ങിയവ നിയമപരമായി തന്നെ വിറ്റിരുന്നു. അഥവാ അത് വിൽക്കാൻ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലെന്ന് തന്നെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ഗഞ്ചയും ചരസിനെയും സവർണ ഇന്ത്യക്കാർ ദരിദ്രന്റെ ലഹരിയായി കണക്കാക്കിയിരുന്നു. കണക്കാക്കിയിരുന്നതിനാണ് ഗഞ്ചയും ചരസും ഒക്കെ. അതുപോലെ തന്നെ സമ്പന്നർ ഹോളി സമയത്ത് ഭാങ് ആണ് കഴിച്ചിരുന്നത്. അതായത് നമുക്ക് ഇപ്പൊ തന്നെ പല ഇപ്പം സോഷ്യൽ മീഡിയാസിലൊക്കെ കാണാറുണ്ട്, ഈ ഹോളി പോലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ, അഥവാ മറ്റേ ശിവരാത്രി പോലുള്ള സാഹചര്യങ്ങളിലൊക്കെ ഭാങ് കുടിക്കുന്നതായിട്ടുള്ള, അതായത് പാലിൽ കഞ്ചാവ് പോലുള്ള വസ്തുക്കൾ മിക്സ് ചെയ്ത് ഭാങ് എന്ന രീതിയിൽ കുടിക്കുന്നതായിട്ടുള്ളതെല്ലാം നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഇപ്പൊ തന്നെ. അപ്പൊ അതൊക്കെ 1985 മുമ്പ് വരെ വളരെ വളരെ സുലഭമായിരുന്നു. ഇപ്പോഴെല്ലാം നിയന്ത്രണം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാം. എങ്കിൽ പോലും നമ്മുടെ നിയമപ്രകാരം 1985 ശേഷം അതെല്ലാം കർശനമായി തന്നെ കുറച്ചിട്ടുണ്ട്. അപ്പം 1961 മയക്കുമരുന്നുകൾക്കായുള്ള സിംഗിൾ കൺവെൻഷൻ നർക്കോട്ടിക് ഡ്രഗ്സ് 1961 അംഗീകരിച്ചതിനെ തുടർന്ന് എല്ലാ മരുന്നുകൾക്കെതിരെയുമുള്ള ലോകമെമ്പാടുമുള്ള നിയമത്തിനായി അമേരിക്ക പ്രചാരണം ആരംഭിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, 1961 എന്ന വർഷം പ്രത്യേകം ശ്രദ്ധിക്കുക, ആ വർഷമാണ് അമേരിക്ക ലോകമെമ്പാടും മയക്കുമരുന്നുകൾക്കെതിരെയായിട്ടുള്ള പ്രചാരണം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ അതിശക്തമായി വൈദ്യശാസ്ത്രപരമായ ആവശ്യങ്ങൾക്ക് മാത്രം കഞ്ചാവ് ലഭ്യമാകുന്നതിന് ഇന്ത്യ 25 വർഷത്തെ ഗ്രേസ് പീരീഡ് നൽകിക്കൊണ്ട് കൺവെൻഷൻ അനുകൂല തീരുമാനത്തിലെത്തി. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്, BC 2000 മുതൽ തന്നെ ഇന്ത്യയിൽ കഞ്ചാവ് ഉപയോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ കഞ്ചാവ് നിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര സുലഭമായിട്ടുള്ള, അല്ലെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. അപ്പം അമേരിക്ക പെട്ടെന്ന് 1961 ഇതുപോലുള്ള ഡ്രഗ്സ്, കഞ്ചാവ് പോലുള്ള വസ്തുക്കളെല്ലാം നിർത്തണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളുടെയും ഇവരെ കൂട്ടാനൊക്കെ ശ്രമിക്കുകയുണ്ടായി. പക്ഷെ ഇന്ത്യക്ക് അത് പെട്ടെന്ന് ഒരു പ്രാപ്യമായ ഒരു കാര്യമല്ലായിരുന്നു. എന്താണെന്നാൽ ഇന്ത്യയിൽ കഞ്ചാവ് അത്യധികം സുലഭമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പെട്ടെന്ന് നിർത്തുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ലായിരുന്നു പല കാര്യങ്ങൾക്കും. അതിപ്പം ഔഷധ അഥവാ ആയുർവേദിക് അങ്ങനെ എന്തെങ്കിലും തരത്തിലായാൽ പോലും കഞ്ചാവ് ഒരുപാട് ഉപയോഗിച്ചിരുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്കാർക്ക് പെട്ടെന്ന് ഈ അമേരിക്കക്കാരുടെ തീരുമാനത്തെ കൂടെ വയ്ക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിനെ എതിർക്കുകയുണ്ടായി. അതുപോലെ തന്നെ 25 വർഷത്തേക്ക് ഗ്രേസ് പീരീഡ് നൽകിക്കൊണ്ട് കൺവെൻഷൻ അനുകൂല തീരുമാനത്തിലെത്തി. അതായത് 25 വർഷം കൂടെ, അതായത് 61 ശേഷം 25 വർഷം കൂടെ ഇന്ത്യയിൽ കഞ്ചാവൊക്കെ കുറച്ചായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു ഗ്രേസ് പീരീഡ് ഇന്ത്യക്ക് നൽകുകയുണ്ടായി. എന്നാൽ ഇതൊരു രാഷ്ട്രീയ സെൻസിറ്റീവ് അജണ്ട ആയതിനാൽ ഇന്ത്യ അന്താരാഷ്ട്ര പ്രതിനിധിക്ക് ബാധ്യതയായി. അപ്പോൾ ഇന്ത്യ അതൊരു അങ്ങനെ പ്രത്യേക തീരുമാനമെടുത്തുകൊണ്ട് ഇന്ത്യ ഒരു ബാധ്യതയാവുകയാണ് ഉണ്ടായത്. ഇത് ഇന്ത്യൻ സർക്കാരിനെ പൂർണ്ണമായും കഞ്ചാവിന്റെ ഉപയോഗം ഇല്ലാതാക്കാൻ നിർബന്ധിതമാക്കി. അപ്പോൾ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും കഞ്ചാവ് പോലുള്ള ഡ്രഗ്സ് എല്ലാം നിർത്തലാക്കുമ്പോൾ ഇന്ത്യക്ക് ഗ്രേസ് പീരീഡ് കൊടുക്കുന്നത് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇന്ത്യൻ സർക്കാർ കഞ്ചാവ് പോലുള്ള വസ്തുക്കൾ നിർത്താൻ, അഥവാ പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ഒരു നിർബന്ധിതരായി. അങ്ങനെയാണ് അവസാനം നമുക്ക് 1985 നവംബർ 14 രാജീവ് ഗാന്ധി സർക്കാർ ഇന്ത്യയിലെ എല്ലാ മയക്കുമരുന്നുകളെയും നിരോധിച്ചുകൊണ്ട് NDPS നിയമം നടപ്പിലാക്കിയത്. പ്രത്യേകം ശ്രദ്ധിക്കുക, രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലത്താണ് വന്നത്. നമ്മൾ അതെല്ലാം പഠിക്കേണ്ടതാണ്. രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലത്ത് 1985 നവംബർ 14 നമുക്കറിയാം ശിശുദിനമാണ്. അപ്പോൾ ആ ദിവസം തന്നെ നവംബർ 14 രാജീവ് ഗാന്ധി സർക്കാർ ഇന്ത്യയിലെ എല്ലാ മയക്കുമരുന്നുകളെയും നിരോധിച്ചുകൊണ്ട് NDPS നിയമം നടപ്പിലാക്കി. അതുകൊണ്ട് തന്നെയാണ് 1985 NDPS നിയമം എന്ന് നമ്മൾ ഈ നിയമത്തെ വിശേഷിപ്പിക്കുന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ജൂറിസ്ഡിക്ഷനാണ്. അതായത്
NDPS ആക്ടിന്റെ അധികാരപരിധി, ജൂറിസ്ഡിക്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന അധികാരപരിധി എന്ന് തന്നെയാണ്. അതായത് ഈ നിയമം NDPS ആക്ട് എവിടെയെല്ലാമാണ് ബാധകമാകുന്നത്, എവിടെയെല്ലാം പ്രാബല്യത്തിൽ വരും എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ നിയമം ബാധകമാകുന്നത് ഇന്ത്യ മുഴുവൻ, പ്രത്യേക ശ്രദ്ധിക്കുക, ഇന്ത്യ മുഴുവൻ. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ, അതായത് പല പല സംസ്ഥാനങ്ങളിലെ പല നിയമങ്ങളും ഏകോകരിക്കുന്ന, അതായത് ലഹരി മരുന്ന് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളും ഏകോകരിക്കുന്ന ഒരു നിയമമാണ് നമുക്ക് NDPS ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഏകോപിപ്പിക്കുന്ന നിയമം എന്ന നിലയിൽ ഇന്ത്യ മുഴുവൻ, അതായത് ഇന്ത്യ മുഴുവൻ ബാധകമായിട്ടുള്ള ഒരു നിയമമാണ് NDPS. കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഇന്ത്യ മുഴുവൻ കൂടാതെ, അതായത് ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തി എന്നാണ് ഇന്ത്യ മുഴുവൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ആഭ്യന്തര അതിർത്തി കൂടാതെ ഈ നിയമം ഇന്ത്യയിലേക്കും ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും, അതായത് ഇന്ത്യയിലുള്ളതും ഇന്ത്യക്ക് പുറത്തുള്ളതുമായ എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും ബാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലും എല്ലാ വ്യക്തികൾക്കും ബാധകമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് എവിടെയെല്ലാമാണ് NDPS ബാധകമാകുന്നത്. നമുക്ക് ആദ്യം തന്നെ പറയാം, ഇന്ത്യ മുഴുവൻ, അതായത് ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തി മുഴുവൻ NDPS ബാധകമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാർ എവിടെ ഉണ്ടെങ്കിലും, അതായത് ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഇന്ത്യൻ പൗരന്മാർ എന്തെങ്കിലും ലഹരി മരുന്നുകളുമായിട്ട് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ എല്ലാം നമുക്ക് NDPS ആക്ടിന്റെ പരിഗണനയിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലും എല്ലാ വ്യക്തികൾക്കും ഈ NDPS ആക്ട് പ്രകാരം ബാധകമാണ്. അവർക്കെല്ലാം കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് NDPS ആക്ട് പ്രകാരം ശിക്ഷ ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്, ഡെഫിനിഷൻ. പല കാര്യങ്ങളുടെയും നിർവചനം, അതായത് NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട പല ടൈംസിന്റെയും നിർവചനങ്ങളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓരോന്നും എടുത്ത് പഠിക്കേണ്ടതാണ്. ഡെഫിനിഷൻ എന്തെന്ന് വ്യക്തമാക്കി തരുന്ന, അതായത് പല കാര്യങ്ങളെ ഇപ്പം ചില വാക്കുകളൊക്കെ നമുക്ക് നിയമത്തിന്റെ പല ഭാഗത്തും കാണാം. ആ വാക്കുകളൊക്കെ എന്തിനാണെന്ന് വ്യക്തമാക്കി തരുന്ന ഒരു ഭാഗമാണ് ഡെഫിനിഷൻ എന്നുള്ളത്. അപ്പൊ ഡെഫിനിഷൻ എന്നത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ആദ്യം തന്നെ നോക്കാനുള്ളത് നമുക്ക് ഡെഫിനിഷൻസ് എല്ലാം വരുന്നത് സെക്ഷൻ 2-ലാണ്. സെക്ഷൻ 2-ൽ 1, 2, 3 അങ്ങനെയാണ് ഡെഫിനിഷൻസിന്റെ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പഠിക്കാൻ സെക്ഷൻ 2.1 അഡിക്റ്റ് അഥവാ അടിമ. നമുക്കറിയാം, എന്തിനെങ്കിലും അടിമപ്പെട്ടു പോവുകയാണ്, കഞ്ചാവിന് അടിമയാണ്, മദ്യത്തിന് അടിമയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അടിമ എന്താണെന്നാണ് നമുക്ക് NDPS ആക്ട് പ്രകാരം നമുക്ക് ഡെഫിനേഷൻ തരുന്നത്. ഏതെങ്കിലും ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയാണ് നമുക്ക് NDPS ആക്ട് പ്രകാരം അടിമ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥത്തിന് അടിമപ്പെട്ട വ്യക്തി, അല്ലാതെ കള്ളിന് അടിമപ്പെട്ട അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തി എന്നല്ല നമ്മളിവിടെ പരാമർശിക്കുന്നത്. മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥത്തിന് അടിമപ്പെട്ട വ്യക്തിയാണെങ്കിലാണ് അദ്ദേഹത്തെ അടിമ എന്ന് NDPS ആക്ട് പ്രകാരം വിശദീകരിക്കുന്നത്. അടുത്ത സെക്ഷൻ 2, ബോർഡ്. എന്താണ് ബോർഡ്? നമുക്ക് ബോർഡ് എന്ന് കേൾക്കുമ്പോൾ പല കാര്യങ്ങളും മനസ്സിൽ വരായിരിക്കും, പല സ്ഥാപനങ്ങളെ നമ്മൾ മനസ്സിൽ വരാം. എന്നാൽ ബോർഡ് എന്ന് നമ്മുടെ NDPS ആക്ട് പ്രകാരം പറയുന്നത് എന്നാൽ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആണ്. സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആണ് ബോർഡ് എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ബോർഡ് എന്നാൽ സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963, അതായത് 1963 സെക്ഷൻ 54 പ്രകാരം രൂപീകരിച്ച സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആണ് നമുക്ക് ബോർഡ് എന്ന തരത്തിൽ NDPS നിയമത്തിൽ പഠിക്കാറുണ്ട്. അപ്പം NDPS നിയമപ്രകാരം ബോർഡ് എന്തെന്ന് ചോദിച്ചാൽ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആണ്. അടുത്തതായി നമുക്ക് പ്രത്യേകം പഠിക്കാനുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഏരിയയാണ്. നമുക്ക് ഓരോന്നും മാറി പോകാതെ പഠിക്കേണ്ട ഒരു ഏരിയ കൂടിയാണ്. കഞ്ചാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാണ്. നമുക്കറിയാം, ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട നിയമമാണ് NDPS ആക്ടിലെ പ്രധാനപ്പെട്ട ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് കഞ്ചാവ്. അതുപോലെ കഞ്ചാവ് ഡെറിവേറ്റീവ്സ്, കഞ്ചാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ. അപ്പം കഞ്ചാവിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് 2.3 നമുക്ക് കഞ്ചാവ് ചണയെ പറ്റി പഠിക്കാനുള്ളത്. കാനബിസ് ഹെമ്പ് അഥവാ കഞ്ചാവ് ചണ, കഞ്ചാവിന്റെ ഒരു ചെടി വർഗത്തിൽപ്പെടുന്നതാണ്. നമുക്ക് നോക്കാം, കഞ്ചാവ് ചെടിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വസ്തു തന്നെയാണ് കഞ്ചാവ് ഹെമ്പ് എന്നറിയപ്പെടുന്നത്, അഥവാ കാനബിസ് ഹെമ്പ് എന്നറിയപ്പെടുന്നത്. നമുക്ക് അതിനെപ്പറ്റി പറയുന്ന സെക്ഷൻ 2.3 2.3 പ്രത്യേകം മനസ്സിൽ വെക്കുക. കാനബിസ് ഹെമ്പ് അഥവാ കഞ്ചാവ് ചണ, കഞ്ചാവ് ചെടിയുടെ പുഷ്പിക്കുന്നതോ കായ്ക്കുന്നതോ ആയ അഗ്രഭാഗത്ത്, അതായത് അവിടെ നിന്ന് ലഭിക്കുന്ന അസംസ്കൃതമോ ശുദ്ധീകരിച്ചതോ ആയ കറയിൽ നിന്നും വേർതിരിച്ചിരിക്കുന്ന പശ, അതിനെയാണ് നമ്മൾ കാനബിസ് ഹെമ്പ് അഥവാ കഞ്ചാവ് ചണ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കഞ്ചാവ് ചെടിയുടെ പുഷ്പിക്കുന്നതോ കായ്ക്കുന്നതോ ആയ അഗ്രഭാഗത്ത്, അത് വിത്തുകളും ഇലകളും ഒഴികെയുള്ള, അതായത് വിത്തുകളിൽ നിന്നും ഇലകളിൽ നിന്നും എടുക്കുന്ന കാര്യമല്ല നമ്മളിവിടെ പറയുന്നത്. അതായത് കായ്ക്കുന്ന അഗ്രഭാഗത്ത് നിന്ന് വേർതിരിച്ചെടുക്കുന്ന സംസ്കരിച്ചതോ അല്ല അസംസ്കൃതമോ ആയ കറയിൽ നിന്ന്, ഒരു കറ കിട്ടുകയാണെങ്കിൽ ആ കറയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പശ, ഒരു തരം ലഹരി മരുന്നാണ്. ആ പശയാണ് നമ്മൾ കാനബിസ് ഹെമ്പ് എന്നറിയപ്പെടുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ പല സിനിമകളിലൊക്കെ കേട്ടിട്ടുള്ളത് ചരസ്, ഹാഷിഷ് ഓയിൽ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തയിലൊക്കെ കേട്ടിട്ടാണ്. അപ്പൊ അതുപോലുള്ള ചരസ്, ഹാഷ് ഓയിലൊക്കെ ഇതേ സാധനം തന്നെയാണ്. അതായത് ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന കഞ്ചാവ് ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പശയാണ് ചരസ്, ഹാഷിഷ് ഓയിൽ അല്ലെങ്കിൽ ലിക്വിഡ് ഹാഷിഷ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. പ്രത്യേക ശ്രദ്ധിക്കുക, ചരസ്, ഹാഷിഷ് ഓയിൽ എന്നിവയെല്ലാം കാനബിസ് ഹെമ്പ് അഥവാ കഞ്ചാവ് ചണയുടെ ഒരു പേര് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അടുത്തത് കഞ്ചാവ് ചണയിൽ നിന്ന് അതുപോലെ തന്നെ ബന്ധിപ്പിച്ച് പഠിക്കേണ്ടതാണ്. തൊട്ടടുത്ത സാധനമാണ് കഞ്ചാവ് ചെടി. എന്താണ് കഞ്ചാവ് ചെടി? നമുക്കറിയാം കഞ്ചാവ് ചെടിക്ക് വലിയ പ്രത്യേകിച്ച് ഡെഫിനേഷൻ ഒന്നും വേണ്ട. കഞ്ചാവ് ചെടി തന്നെയാണെന്ന് നമുക്കറിയാം. എന്നാൽ കഞ്ചാവ് ചെടി എന്ന് പറഞ്ഞാൽ കേവലം ഒരു ചെടിയല്ല. കഞ്ചാവിന് പലതരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട്. പല രീതിയിലൊക്കെ കഞ്ചാവ് വളരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കഞ്ചാവ് നമുക്ക് ചില സിനിമയിലോ വാർത്തകളൊക്കെ കേട്ടിട്ടാണ്, നീലച്ചടയൻ അങ്ങനെ അതുപോലുള്ള വാക്കുകളൊക്കെ കേട്ടിട്ടാണ്. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയുള്ള ചെടികളൊക്കെ കഞ്ചാവിന്റെ ഓരോ വെറൈറ്റീസ് ആണ്. അപ്പൊ കഞ്ചാവ് ചെടി എന്നാൽ കഞ്ചാവിന്റെ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ചെടി. കഞ്ചാവിന്റെ ഫാമിലിയിലായിരിക്കണം. ആ ഫാമിലിയിൽപ്പെട്ട ഏത് ചെടിയെയും നമ്മൾ കഞ്ചാവ് ചെടി എന്ന് തന്നെ പറയാം. അതിനാണ് കാനബിസ് പ്ലാന്റിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2-4. പ്രത്യേക ശ്രദ്ധിക്കുക, സെക്ഷൻ 2-3 കാനബിസ് ഹെമ്പ് അഥവാ കഞ്ചാവ് ചണയെ പറ്റി പറയുന്നു. സെക്ഷൻ 2-4 കാനബിസ് പ്ലാന്റ് അഥവാ കഞ്ചാവ് ചെടിയെ പറ്റി പറയുന്നു. അടുത്താണ് നമ്മൾ നോക്കുന്നതാണ് 2-5. സെക്ഷൻ 2-5 പറയുന്നതാണ് കൊക്ക ഡെറിവേറ്റീവ്. കഞ്ചാവ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കൊക്ക ഡെറിവേറ്റീവ്. എന്ന് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അതിൽ നിന്നൊരു വാക്ക് വരും, കൊക്കെയിൻ എന്നുള്ള വാക്ക് നമ്മുടെ മനസ്സിൽ വരും. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ ഇടപെടുന്ന സാധനമാണ്. കൊക്കെയിൻ പിടിച്ചെടുത്തു, കൊക്കെയിൻ കണ്ടുകെട്ടി, അങ്ങനെയെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പൊ കൊക്കെയിൻ എന്ന് പറയുന്ന ആ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെടിയാണ് കൊക്ക പ്ലാന്റ്. അപ്പൊ കൊക്കയുടെ ഡെറിവേറ്റീവുകളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനെപ്പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 2-5. നമുക്ക് നോക്കാം. കൊക്കൈൻ നിർമ്മാണത്തിന് നേരിട്ടോ അല്ലാതെയോ ഉപയോഗിക്കാവുന്ന കൊക്ക ഇലയുടെ സത്ത്. കൊക്ക എന്ന് പറയുന്ന ചെടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കൊക്ക ഇലയുടെ സത്താണ് നമുക്ക് കൊക്ക ഡെറിവേറ്റീവ് എന്ന് നമുക്ക് പറയുന്നത്. കൊക്ക ഇലയിൽ നിന്ന് വേർതിരിച്ചെടുത്ത അതിന്റെ സത്താണ് കൊക്ക ഡെറിവേറ്റീവ് എന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതിനെപ്പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 2-5. അപ്പൊ കൊക്കൈൻ നിർമ്മാണത്തിന് നേരിട്ടോ അല്ലാതെയോ ഉപയോഗിക്കാവുന്ന കൊക്ക ഇലയുടെ സത്തിനെയാണ് കൊക്ക ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്കഗോണിന്റെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതിന്റെ എല്ലാ ഡെറിവേറ്റീവുകളും എക്കഗോണും ഇതിനകത്ത് തന്നെ പെടുന്ന ഒന്ന് തന്നെയാണ്. കൊക്ക ഇലയുടെ സത്ത് പോലെ തന്നെ എക്കഗോണും അതിന്റെ വേർതിരിച്ചെടുക്കാവുന്ന എല്ലാ ഡെറിവേറ്റീവുകളും നമുക്ക് കൊക്ക ഡെറിവേറ്റീവ് എന്ന ഗണത്തിൽ തന്നെ പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ കൊക്കെയിൻ എന്നാൽ ബെൻസോയിൽ എക്കഗോണിന്റെ മീഥൈൽ എസ്റ്ററും അതിന്റെ ലവണങ്ങളുമാണ് കൊക്കെയിൻ അഥവാ കൊക്ക ഡെറിവേറ്റീവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത്. അതിനകത്ത് കൊക്ക ഇലയുടെ സത്ത് ഉണ്ടായിരിക്കും, എക്കഗോൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കൊക്കൈൻ എന്നാൽ ബെൻസോയിൽ എക്കഗോണിന്റെ മീഥൈൽ എസ്റ്ററും അതിന്റെ ലവണങ്ങളും അടങ്ങുന്നതാണ് കൊക്കെയിൻ എന്നും നമുക്ക് ഇതിനെ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നാണ് 0.1, അതായത് 0.1% കൂടുതൽ കൊക്കെയിൻ അടങ്ങിയിരിക്കുന്ന എല്ലാ പ്രിപ്പറേഷൻസും ഇതിൽ പെടുന്നത് തന്നെയാണ്. കൊക്ക ഡെറിവേറ്റീവ് എന്നുള്ള ഗണത്തിൽ പെടുന്നത് തന്നെയാണ്. 0.1%, അതായത് 0.1% കൂടുതൽ കൊക്കെയിൻ അടങ്ങിയിരിക്കുന്ന എല്ലാ പ്രിപ്പറേഷൻസും. എന്തൊക്കെ ലഹരി വസ്തുക്കളിലാണോ 0.1% കൂടുതൽ കൊക്കെയിൻ അടങ്ങിയിരിക്കുന്നത് അവയെല്ലാം തന്നെ കൊക്ക ഡെറിവേറ്റീവ് എന്ന ഗണത്തിൽ തന്നെയാണ് പെടുത്തുന്നത്. ഇവയെല്ലാം പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2-5. അപ്പൊ നമ്മൾ കൊക്ക ചെടിയെ പറ്റി, കൊക്ക ഡെറിവേറ്റീവിനെ പറ്റി പറഞ്ഞു. ഇതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കൊക്ക ഇല, അതായത് കൊക്ക ലീഫിനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 2-6. തൊട്ടടുത്ത് തന്നെയാണ് 2-5 ശേഷം 2-6 കൊക്ക ചെടിയെ പറ്റി അല്ലെങ്കിൽ കൊക്ക ഡെറിവേറ്റീവ്സിന് കഴിയുമ്പോൾ കൊക്ക ഇല. അപ്പൊ കൊക്ക ഇല എന്നാൽ എല്ലാ എക്കഗോണും കൊക്കൈനും മറ്റേതെങ്കിലും ആൽക്കലോയിഡുകളും അടങ്ങിയ കൊക്ക ചെടിയുടെ ഒരു ഇല. അപ്പം അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ ഒരു കൊക്ക ചെടിയുടെ ഒരു ഇലയാണ് കൊക്ക ഇല എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതായത് 0.1% കൂടാതെ കൊക്കൈൻ അടങ്ങിയിരിക്കുന്ന ഒരു മിശ്രം. അപ്പം ഇതിലും 0.1% കൂടാത്ത കൊക്കൈൻ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിനാണ് നമ്മൾ കൊക്ക ഇല എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിനെപ്പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 2-6. അടുത്ത 2-7 കൊക്ക ഡെറിവേറ്റീവ് കഴിഞ്ഞു, കൊക്ക ഇല കഴിഞ്ഞു, ഇനി കൊക്ക ചെടി, കൊക്ക പ്ലാന്റ്. എന്താണ് കൊക്ക പ്ലാന്റ്? ഹൈഡ്രോക്സിലോൺ, അതായത് ഫ്രൈക്സിലോൺ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഇനം സസ്യം. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈഡ്രോക്സിലോൺ അഥവാ ഫ്രൈത്രോസിലോൺ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഇനം സസ്യത്തെയാണ് നമ്മൾ കൊക്ക ചെടി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ കഞ്ചാവ് ചെടിയെ നമ്മൾ പറ്റി പറഞ്ഞിരുന്നു. കഞ്ചാവ് വിഭാഗത്തിൽപ്പെട്ട, കഞ്ചാവിന്റെ ഫാമിലിയിൽപ്പെട്ട ഏതൊരു ചെടിയെ നമ്മൾ കഞ്ചാവ് ചെടി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ കൊക്ക ചെടി എന്നാൽ അതായത് ഹൈഡ്രോക്സിലോൺ അഥവാ ഫ്രൈത്രോസിലോൺ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഇനം സസ്യത്തെയാണ് നമ്മൾ കൊക്ക ചെടി എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രത്യേകം പഠിക്കുക. ഈ പേരുകളെല്ലാം അഥവാ ടെക്നിക്കൽ ടൈംസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഈ പേരുകളെല്ലാം തന്നെ നമ്മൾ പഠിച്ചു വെക്കാം. ഹൈഡ്രോസിലോൺ അഥവാ ഫ്രൈത്രോസിലോൺ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും സസ്യമാണെങ്കിൽ അത് കൊക്ക ചെടിയാണ്. അതിനെപ്പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 2-7. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 2-7A. 2-7A എന്തെന്നാൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, വാണിജ്യ അളവ് എന്തെന്നാൽ മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ അളവിനേക്കാൾ കൂടുതലായ ഏതളവ്.
അതിനെയാണ് നമ്മൾ വാണിജ്യ അളവ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തിയിൽ നിന്ന് കഞ്ചാവ് അതുപോലുള്ള വസ്തുക്കൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ, മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പം നമുക്ക് അതിനകത്ത് നോക്കാൻ പറ്റും അയാൾക്ക് വേണ്ടി ഉപയോഗത്തിനാണോ, അയാൾ ആരെങ്കിലും മറ്റാർക്കെങ്കിലും വിൽക്കാൻ വേണ്ടിയാണോ, അഥവാ വലിയ വലിയ പ്രവർത്തികൾക്ക് വേണ്ടിയാണോ നമുക്ക് അതിനകത്തൊന്ന് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വാണിജ്യ അളവ് എന്നാൽ അപ്പോൾ ഒരു കൂടിയ അളവ് തന്നെ ആയിരിക്കുമല്ലോ മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ അളവിനേക്കാൾ കൂടുതലായി ഏതളവ്. അപ്പം എത്ര അളവ് കൈവശം വെക്കാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്താണ് ഇതെന്നോ എല്ലാം നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വ്യക്തമാക്കിയിട്ടുള്ള അളവിൽ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ വാണിജ്യ അളവെന്ന് പറയും. അങ്ങനെയൊക്കെ ആളുകളെ പിടിക്കുകയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്, വലിയ വലിയ ശിക്ഷകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടെ നോക്കാം. നമ്മൾ സെക്ഷൻ 2-ലായിരുന്നു നമ്മൾ ഡെഫിനേഷൻ തുടങ്ങിയിരുന്നത്. സെക്ഷൻ 2 അടിമ എന്നാണ്. മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥത്തിന് അടിമയായ വ്യക്തിയാണ് നമ്മൾ NDPS നിയമപ്രകാരം അടിമ എന്ന് വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു തരത്തിൽ അടിമ എന്നതിന് ഒരു ഡെഫിനേഷൻസ് നമുക്ക് പഠിക്കാനില്ല. അപ്പം മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് തന്നെയാണ്. അടുത്തത് ബോർഡ്. സെക്ഷൻ 2.2-ലാണ് ബോർഡിനെ പറ്റി പറയുന്നത്. ബോർഡ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആണ് ബോർഡ് എന്നതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കുന്നത്. അതായത് സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963 സെക്ഷൻ 54 പ്രകാരം രൂപീകരിച്ച സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആണ് ബോർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത് കാനബിസ് ഹെമ്പ് അഥവാ കഞ്ചാവ് ചണ. കഞ്ചാവ് ചണ എന്നാൽ കഞ്ചാവ് ചെടിയുടെ പുഷ്പിക്കുന്നതോ കായ്ക്കുന്നതോ ആയ അഗ്രഭാഗത്ത് നിന്നും ലഭിക്കുന്ന അസംസ്കൃതമോ ശുദ്ധീകരിച്ചതോ ആയ കറ. ആ കറ വേർതിരിച്ചെടുത്ത പശ, കറയിൽ നിന്നും വേർതിരിച്ചെടുത്ത പശയാണ് നമുക്ക് കാനബിസ് ഹെമ്പ് അഥവാ കഞ്ചാവ് ചണ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കഞ്ചാവ് ചണ അഥവാ കാനബിസ് ഹെമ്പിനെ പറ്റി പരാമർശിക്കുന്ന സെക്ഷൻ 2(3). അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കാനബിസ് ഹെമ്പിൽ ഉൾപ്പെടുന്ന വസ്തുക്കൾ തന്നെയാണ് ചരസ്, ഹാഷിഷ് ഓയിൽ, അതുപോലെ ലിക്വിഡ് ഹാഷിഷ് എന്നിവ നമുക്ക് കാനബിസ് ഹെമ്പിൽ തന്നെ പെടുന്ന വസ്തുക്കൾ തന്നെയാണ്. അടുത്താണ് സെക്ഷൻ 2(4) കാനബിസ് പ്ലാന്റ്. കഞ്ചാവ് ചണയിൽ കഴിഞ്ഞാൽ കഞ്ചാവ് ചെടി. എന്താണ് കഞ്ചാവ് ചെടി എന്നാണ്, കഞ്ചാവിന്റെ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ചെടിയാണ് കഞ്ചാവ് ചെടി. അതിനെപ്പറ്റി പറയുന്ന സെക്ഷൻ 2(4). അടുത്ത നമുക്ക് നോക്കാം സെക്ഷൻ 2(5) കൊക്ക ഡെറിവേറ്റീവ്. നമ്മൾ പറഞ്ഞത് കൊക്ക എന്ന് പറഞ്ഞാൽ മറ്റൊരു തരം സസ്യമാണ്. അത് കൊക്കൈൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സസ്യമാണ് കൊക്ക പ്ലാന്റ്. അപ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സത്ത്, അതിനെയൊക്കെയാണ് കൊക്ക ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് കൊക്കൈൻ നിർമ്മാണത്തിന് നേരിട്ടോ അല്ലാതെയോ ഉപയോഗിക്കാവുന്ന കൊക്ക ഇലയുടെ സത്തിനെയാണ് നമ്മൾ കൊക്ക ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്കഗോണിന്റെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന അതിന്റെ എല്ലാ ഡെറിവേറ്റീവുകളും നമ്മൾ കൊക്ക ഡെറിവേറ്റീവിൽ പെടുന്നു. അതുപോലെ തന്നെ കൊക്കൈൻ എന്നാൽ ബെൻസോയിൽ എക്കഗോണിന്റെ മീഥൈൽ എസ്റ്ററിന്റെയും അതിന്റെ ലവണങ്ങളുമാണ് കൊക്കൈൻ എന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൊക്ക ഡെറിവേറ്റീവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു വസ്തുവാണ് കൊക്കൈൻ. ആ കൊക്കൈൻ എന്നാൽ ബെൻസോയിൽ എക്കഗോണിന്റെയും മീഥൈൽ എസ്റ്ററിന്റെയും അതിന്റെ ലവണങ്ങളും ചേർന്ന ഒരു മിശ്രിതമാണ് നമുക്ക് കൊക്കൈൻ എന്ന് പഠിക്കാവുന്നത്. ഈ വാക്കുകളെല്ലാം പഠിച്ചു വെക്കാം. ബെൻസോയിൽ എക്കഗോണും അതുപോലെ തന്നെ മീഥൈൽ എസ്റ്റർ, ഇവയാണ് നമ്മുടെ കൊക്കൈൻ എന്നതിൽ ഉൾപ്പെടുന്ന വസ്തുക്കൾ. അതുപോലെ തന്നെ 0.1% കുറയാത്ത അതിൽ കൂടുതൽ കൊക്കൈൻ അടങ്ങിയിരിക്കുന്ന എല്ലാ പ്രിപ്പറേഷൻസും നമുക്ക് കൊക്ക ഡെറിവേറ്റീവ് എന്ന ഗണത്തിൽ പെടുത്താൻ പറ്റും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ശതമാനങ്ങൾ നോക്കി വെക്കുക. 0.1% കൂടുതൽ കൊക്കൈൻ അടങ്ങിയിരിക്കുന്ന എല്ലാ പ്രിപ്പറേഷൻസും നമുക്ക് കൊക്ക ഡെറിവേറ്റീവിൽ പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ കൊക്ക ഡെറിവേറ്റീവ് കഴിഞ്ഞാൽ കൊക്ക ലീഫാണ്. കൊക്ക ഇല എന്നാൽ എക്കഗോണിന്റെയും കൊക്കൈന്റെയും മറ്റേതെങ്കിലും ആൽക്കലോയിഡും അടങ്ങിയ കൊക്ക ചെടിയുടെ ഒരു ഇല. ആ ഇലയ്ക്കാണ് നമുക്ക് കൊക്ക ഇല എന്ന് പറയുന്നത്. ആ ഇലയിൽ 0.1% കൂടാത്ത കൊക്കൈൻ അടങ്ങിയിരിക്കുന്ന ഒരു മിശ്രിതമായിരിക്കും. അതായത് ആ ഇല പ്രത്യേകിച്ച് സംസ്കരിച്ചൊന്നും ആയിരിക്കില്ല, വളരെ നാച്ചുറൽ ആയിട്ടൊന്നും തന്നെ ആയിരിക്കും. പക്ഷെ അതിൽ 0.1% കൂടാത്ത കൊക്കൈൻ ആണ് അടങ്ങിയിരിക്കുന്നെങ്കിൽ, അഥവാ കൂടുതൽ കൊക്കൈൻ ഇല്ലെങ്കിൽ അതിനെ ഇല എന്നുള്ള ഗണത്തിൽ തന്നെയാണ് പെടുത്തുന്നത്. അടുത്താണ് കൊക്ക ചെടി, കൊക്ക പ്ലാന്റ്. അഥവാ സെക്ഷൻ 2(6)ലാണ് സെക്ഷൻ 2(7)ലാണ് കൊക്ക പ്ലാന്റിനെ പറ്റി പറയുന്നത്. ഫ്രൈത്രോസിലോൺ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഇനം സസ്യം. ഹൈഡ്രോസിലോൺ അഥവാ ഫ്രൈത്രോസിലോൺ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സസ്യത്തിനാണ് നമ്മൾ കൊക്ക ചെടി എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് സെക്ഷൻ 2(7)(a) പറയുന്നത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അഥവാ വാണിജ്യ അളവ്. അതായത് ഒരു വ്യക്തി കഞ്ചാവ് അതുപോലെ ലഹരി മരുന്ന് കൈവശം വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അളവിനെയാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് വിൽപ്പനയ്ക്കുള്ള അളവാണോ അല്ലെങ്കിൽ സ്വന്തം ഉപയോഗത്തിനുള്ള അളവാണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ഈ നിയമത്തിലാണ്. അപ്പൊ വാണിജ്യ അളവ് എന്നാൽ മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയായി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഗസറ്റിൽ വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ അളവിനേക്കാൾ കൂടുതലായ ഏതളവ്. അപ്പൊ അതിൽ കൂടുതൽ ഏതളവ് കൈവശം വെച്ചാൽ അത് വാണിജ്യ അളവാണ്. അത് വളരെ കർശനമായ ഒരു കുറ്റകൃത്യം തന്നെയാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് സെക്ഷൻ 2(7)(b) കൺട്രോൾഡ് ഡെലിവറി അഥവാ നിയന്ത്രിത ഡെലിവറി. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ഡെഫിനേഷൻസ് എല്ലാം ഓരോന്നും എടുത്ത് പഠിക്കേണ്ടതാണ്. നിയന്ത്രിത ഡെലിവറി എന്നാൽ NDPS നിയമപ്രകാരം അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥന്റെ അറിവോടും മേൽനോട്ടത്തോടും കൂടി കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ, നിയന്ത്രിത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അവയ്ക്ക് പകരമുള്ള വസ്തുക്കൾ, അനധികൃതമായ അല്ലെങ്കിൽ സംശയാസ്പദമായ ചരക്കുകൾ ഇന്ത്യൻ അതിർത്തിയിലൂടെ കൈമാറ്റം ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതികത.
പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് നിയന്ത്രിത ഡെലിവറി? നമുക്ക് നിയന്ത്രിത ഡെലിവറി എന്ന് തന്നെ അറിയാം, ഒരു അധികാരപ്പെടുത്തിയ അല്ലെങ്കിൽ ഒരു ലൈസൻസോട് കൂടി പെർമിറ്റോട് കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ NDPS നിയമപ്രകാരം അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥന്റെ അറിവോടും അയാളുടെ മേൽനോട്ടത്തോടും കൂടി, പ്രത്യേകം ശ്രദ്ധിക്കുക, അറിവോടും മേൽനോട്ടത്തോടും കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് നിയന്ത്രിത ഡെലിവറി. അപ്പോൾ ആ മേൽനോട്ടത്തോടുകൂടി കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി, ആളുകളെ പിടിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ, നിയന്ത്രിത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അവയ്ക്ക് പകരമുള്ള വസ്തുക്കളുടെ അനധികൃതമായ അല്ലെങ്കിൽ സംശയാസ്പദമായ ചരക്കുകൾ ഇന്ത്യൻ അതിർത്തിയിലൂടെ കൈമാറ്റം ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതികത. അതായത് ഇതുപോലുള്ള സൈക്കോട്രോപിക് പദാർത്ഥങ്ങളൊക്കെ കാണിച്ച ആളുകളെ പെടുത്താൻ അല്ലെങ്കിൽ അതുപോലുള്ള കുറ്റവാളികളെ പിടിക്കാൻ വേണ്ടി ഒക്കെയുള്ള പ്രവൃത്തികളായിരിക്കും ഇത്. അപ്പോൾ അങ്ങനെയുള്ള നിയന്ത്രിത ഡെലിവറിയാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിയന്ത്രിത ഡെലിവറിയെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 2(7)B. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥന്റെ അറിവോടും അയാളുടെ മേൽനോട്ടത്തോടും കൂടി ആയിരിക്കും ഈ പ്രവൃത്തികളെല്ലാം നടക്കുന്നത്. അപ്പം 2(7)A കഴിഞ്ഞു, 2(7)B കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ള 2(7)D ആണ്. 2(7)D എന്ന് പറയുമ്പോൾ കൺട്രോൾഡ് സബ്സ്റ്റൻസ്. ഇതും നിയന്ത്രിത പദാർത്ഥമാണ്. നിയന്ത്രിത പദാർത്ഥം, കൺട്രോൾഡ് സബ്സ്റ്റൻസ് 2(7)Dയിലാണ് പരാമർശിച്ചിരിക്കുന്നത്. എന്തെന്നാൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനത്തിലൂടെ ഒരു നിയന്ത്രിത വസ്തുവായി പ്രഖ്യാപിച്ചിട്ടുള്ള വസ്തു, ഏതൊരു വസ്തുവിനെയാണോ കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനത്തിലൂടെ നിയന്ത്രിത വസ്തുവായി പ്രഖ്യാപിച്ചിട്ടുള്ളത്, ആ വസ്തുവാണ് നിയന്ത്രിത വസ്തു അഥവാ നിയന്ത്രിത പദാർത്ഥമല്ല കൺട്രോൾഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഡെഫിനിഷൻസും പറയുന്നത്. സെക്ഷൻ 2(7)Dയിലാണ് നിയന്ത്രിത പദാർത്ഥത്തെ പറ്റി പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം 2(8)A. സെക്ഷൻ 2(8)A എസൻഷ്യൽ നാർക്കോട്ടിക് ഡ്രഗ്സ്. അവശ്യമരുന്ന് അഥവാ എസൻഷ്യൽ ആണ്. നമുക്ക് എസൻഷ്യൽ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ആവശ്യമായ ഘടകം എന്നാണ് എസൻഷ്യൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 2(8)A എസൻഷ്യൽ നാർക്കോട്ടിക് ഡ്രഗുകളെ പറ്റിയാണ് പറയുന്നത്. ആവശ്യമയക്കുമരുന്ന് എന്നാൽ എന്താണ് ആവശ്യമയക്കുമരുന്ന്? വൈദ്യശാസ്ത്രപരമായ ഉപയോഗത്തിനും ശാസ്ത്രീയമായ ഉപയോഗത്തിനുമായി കേന്ദ്ര സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഒരു നാർക്കോട്ടിക് ഡ്രഗാണ് ആവശ്യമരുന്ന്. നമുക്കറിയാം, പല മരുന്നുകളൊക്കെ കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള ഡ്രഗുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം പല ഡ്രഗുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് മരുന്നുകൾ തന്നെയാണ്, ലഹരി മരുന്നുകൾ മാത്രമല്ല അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുപോലുള്ള മെഡിക്കൽ ആവശ്യത്തിനോ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്കോ അല്ല അങ്ങനെ ഉപയോഗിക്കുന്ന ഡ്രഗുകളെല്ലാം നമുക്ക് ആവശ്യമരുന്ന് എന്ന ഗണത്തിലാണ് പെടുത്തുന്നത്. അങ്ങനെ ആവശ്യമരുന്നുകളെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 2(8)A. അടുത്ത നമുക്ക് നോക്കാനുള്ളത് 2(8)A കഴിഞ്ഞാൽ 2(8)B. പ്രത്യേക ശ്രദ്ധിക്കുക, 2(8)Aയിലാണ് ആവശ്യമരുന്നുകളെ പറ്റി പരാമർശിക്കുന്നത്. വൈദ്യശാസ്ത്രപരമായ ഉപയോഗത്തിന്, ഈ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വൈദ്യശാസ്ത്രപരം അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഉപയോഗത്തിന്, വൈദ്യശാസ്ത്രത്തിനോ ശാസ്ത്രീയമായ ഉപയോഗത്തിനോ വേണ്ടിയാണ് ആവശ്യമരുന്ന് ഉപയോഗിക്കുന്നത്. അടുത്ത 2(8)Bയിലാണ് 2(8)B പരാമർശിക്കുന്നത് ഇല്ലിക്റ്റ് ട്രാഫിക്. ഇല്ലിക്റ്റ് ട്രാഫിക് എന്നാൽ മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അനധികൃത ട്രാഫിക്കിൽ ഉൾപ്പെടുന്നവ, അനധികൃതമായ കടത്തൽ, അനധികൃതമായ ട്രാഫിക്കിംഗ് ആണ്. അതിനെയാണ് നമ്മൾ ഇല്ലിക്റ്റ് ട്രാഫിക് എന്ന് പറയുന്നത്. ഇല്ലിക്റ്റ് ട്രാഫിക്കിനെ പറ്റി പരാമർശിക്കുന്ന സെക്ഷൻ 2(8)B ആണ്. എന്നാൽ നമുക്ക് നോക്കാം, ഏതെങ്കിലും കൊക്കാച്ചെടി വളർത്തുകയോ കൊക്കാച്ചെടിയുടെ ഏതെങ്കിലും ഭാഗം ശേഖരിക്കുകയോ ചെയ്യുക, അതൊരു ഇല്ലിക്റ്റ് ട്രാഫിക് ആണ്. കൊക്കാച്ചെടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതൊരു ഇല്ലിക്റ്റ് ട്രാഫിക് ആണ്. അതുപോലെ തന്നെ ഓപ്പിയം പോപ്പി അഥവാ കറുപ്പ് എന്ന് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും. കറുപ്പ് അഥവാ കറുപ്പിനെയാണ് നമ്മൾ ഓപ്പിയം പോപ്പി എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്. ഓപ്പിയം പോപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും കഞ്ചാവ് ചെടി വളർത്തുക. നമുക്ക് ഓപ്പിയം പോപ്പിയൊക്കെ വളർത്താൻ അവകാശപ്പെട്ട വ്യക്തികളുണ്ട്, നമുക്ക് അതിനെപ്പറ്റി എല്ലാം കണക്കാം. അപ്പം ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ കഞ്ചാവും അതുപോലുള്ള ഓപ്പിയം പോപ്പി എല്ലാം സർക്കാരിന്റെ അനുമതിയോട് തന്നെ വളർത്താൻ സാധിക്കുന്ന ഒരു ആവശ്യമാണ്, അല്ല അങ്ങനെ ഒരു അവസ്ഥയാണ് നമുക്ക് ഇപ്പം നിലവിലുള്ളത്. അപ്പം അങ്ങനെ പറ്റുമെങ്കിൽ പോലും നമുക്ക് ഇല്ലിക്റ്റ് ട്രാഫിക് എന്ന ഗണത്തിൽ, അതായത് അനധികൃത ട്രാഫിക്കിൽ പെടുത്താവുന്നതാണ് കറുപ്പ് പോലുള്ള വസ്തുക്കളുടെ ഉൽപാദനം അല്ലെങ്കിൽ അവയുടെ പ്രവൃത്തികൾ, അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളെല്ലാം നമുക്ക് ഇല്ലിക്റ്റ് ട്രാഫിക്കിൽ പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കാം, കൊക്ക ചെടി വളർത്തുകയോ അതുപോലുള്ള ചെടിയുടെ ഏതെങ്കിലും ഭാഗം ശേഖരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഇല്ലിക്റ്റ് ട്രാഫിക്കാണ്. അതുപോലെ തന്നെ കറുപ്പ് അഥവാ ഓപ്പിയം പോപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും കഞ്ചാവ് ചെടി, ഓപ്പിയം അല്ലെങ്കിൽ കഞ്ചാവ് ചെടി വളർത്തിയാൽ അത് ഇല്ലിക്റ്റ് ട്രാഫിക്കാണ്. അതുപോലെ തന്നെ മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ ഉൽപാദനം, നിർമ്മാണം, കൈവശം വയ്ക്കൽ, വിൽപ്പന, വാങ്ങൽ, ഗതാഗതം, വെയർഹൌസിംഗ്, മറയ്ക്കൽ, ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം, അന്തർ സംസ്ഥാന ഇറക്കുമതി, അന്തർ സംസ്ഥാന കയറ്റുമതി, ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി, ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി, കൈമാറ്റം ചെയ്യൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ ഇല്ലിക്റ്റ് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇല്ലിക്റ്റ് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 2(8)B ആണ് ഇല്ലിക്റ്റ് ട്രാഫിക്. അപ്പോൾ ഇല്ലിക്റ്റ് ട്രാഫിക്കിൽ വരുന്നതാണ് മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ, അതായത് ഉൽപാദനം, നിർമ്മാണം, കൈവശം വയ്ക്കൽ, വിൽപ്പന, വാങ്ങൽ, ഗതാഗതം, വെയർഹൌസിംഗ്, മറയ്ക്കൽ, ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം, അന്തർ സംസ്ഥാന ഇറക്കുമതി, അന്തർ സംസ്ഥാന കയറ്റുമതി, അതായത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ഇന്ത്യക്കുള്ളിൽ തന്നെ കയറ്റുമതി ഇറക്കുമതി, അതുപോലെ തന്നെ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി, ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി കയറ്റുമതി, അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇല്ലിക്റ്റ് ട്രാഫിക് എന്ന ഗണത്തിലാണ് നമ്മൾ പെടുത്തുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക,
നമ്മൾ പറഞ്ഞിരുന്നത് കൊക്ക ചെടിയുമായി ബന്ധപ്പെട്ട കാര്യം, കറുപ്പുമായി ബന്ധപ്പെട്ട കാര്യം, കഞ്ചാവുമായി ബന്ധപ്പെട്ട കാര്യം, മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെ നമുക്ക് നോക്കാറുണ്ട് 1 മുതൽ 3 വരെ ഉപവകുപ്പുകൾ പരാമർശിച്ചിട്ടുള്ളവ അല്ലാത്ത മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഇടപെടൽ. അതുപോലെ തന്നെ ഇതുപോലെ ബന്ധപ്പെട്ട 1 മുതൽ 3 വരെ ഉപവകുപ്പുകൾ പരാമർശിച്ചിട്ടുള്ളവ അല്ലാത്ത മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഇടപെടൽ, ഇവയെല്ലാം നമുക്ക് ഇല്ലിറ്റഡ് ട്രാഫിക്കിൽ തന്നെ പെടുത്താവുന്നതാണ്. പരാമർശിച്ചിട്ടുള്ള മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഇടപെടൽ നമുക്ക് ഇല്ലിറ്റഡ് ട്രാഫിക്കിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ 1 മുതൽ 4 വരെ ഇപ്പം ഇതോടെ നമ്മൾ കൂട്ടിച്ചേർത്തിരുന്നു അതുപോലുള്ള ഇടപെടൽ. അപ്പം 1 മുതൽ 4 വരെ ഉപവകുപ്പുകൾ പരാമർശിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏതെങ്കിലും സ്ഥലം വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ അവ കൈകാര്യം ചെയ്യുക. അപ്പം സ്ഥലം വിട്ടുകൊടുക്കുക, നമ്മൾ അബ്കാരിയായിട്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്ന സ്ഥലം വിട്ടുകൊടുക്കുന്നത് കുറ്റകരമാണ്. അതുപോലെ തന്നെ NDPS ആക്ടിലും ഈ പറഞ്ഞ അതായത് കഞ്ചാവായാലും ഓപ്പിയം ആയാലും കറുപ്പ് ആയാലും മറ്റേ നമ്മുടെ കൊക്കാച്ചെടി ആയാലും ലഹരി മരുന്നുകൾ ഏത് തന്നെ ആയാലും അതുമായി ബന്ധപ്പെട്ട എന്ത് തന്നെ ആയാലും അതിനുവേണ്ടി സ്ഥലം വിട്ടുകൊടുത്താലും അവ കുറ്റകരമാണ്. അതിനെയല്ല ഇല്ലിറ്റ് ട്രാഫിക്കിൽ എന്ന് തന്നെയാണ് പെടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മുതൽ 4 വരെ ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏതെങ്കിലും സ്ഥലം വിട്ടുകൊടുക്കുക, അവ കൈകാര്യം ചെയ്യുകയോ ചെയ്താൽ അവയും ഇല്ലിറ്റ് ട്രാഫിക് എന്ന ഗണത്തിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. ഇല്ലിറ്റഡ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ കൊക്കാച്ചെടി വളർത്തുകയോ കൊക്കാച്ചെടിയുടെ ഏതെങ്കിലും ഭാഗം, കൊക്കാച്ചെടിയുമായി ബന്ധപ്പെട്ട കാര്യം, കറുപ്പുമായി ബന്ധപ്പെട്ട കാര്യം, കഞ്ചാവ് ചെടിയുമായി ബന്ധപ്പെട്ട കാര്യം, മയക്കുമരുന്നുമായി അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടൽ എന്തെങ്കിലും തരത്തിൽ പ്രവർത്തനങ്ങളിലോ ഒക്കെ ഇടപെട്ടാൽ അത് ഇല്ലിറ്റഡ് ട്രാഫിക്കിൽ പെടും. അതുപോലെ തന്നെ ഈ വകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എന്തെങ്കിലും സ്ഥലം വിട്ടുകൊടുത്താൽ ഇതൊരു കുറ്റകൃത്യമാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കുറ്റകൃത്യത്തിന് സ്ഥലം വിട്ടുകൊടുത്താൽ അവയും നമുക്ക് ഇല്ലിറ്റഡ് ട്രാഫിക് എന്ന ഗണത്തിൽ പെടുന്നു. ഇല്ലിറ്റഡ് ട്രാഫിക്കിനെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 2(8)(b). വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കി വെക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. NDPS ആക്ട് അവസാനിക്കുന്നില്ല. നമ്മൾ പ്രധാനപ്പെട്ട ഒരുപാട് സെഷനുകളും ഡെഫിനിഷൻസും എല്ലാം പഠിച്ചിരുന്നു. ഡെഫിനിഷൻസ് എല്ലാ നിയമങ്ങളിലെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. ഓരോ ആർക്കും നമുക്ക് വിലപ്പെട്ടതാണെന്നുകൊണ്ട് തന്നെ ഓരോന്നും എടുത്തു തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ചിലതിനെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ കാണാറുള്ളൂ. അതായത് പോപ്പി ചെടി അല്ലെങ്കിൽ കഞ്ചാവ് ഡെറിവേറ്റീവ്സ് എന്നും അല്ലെങ്കിൽ കഞ്ചാവ് കൊക്ക ലീഫ്, കൊക്ക ചെടി, കൊക്ക ഹെമ്പ്, കൊക്ക ഡെറിവേറ്റീവ്, അതുപോലുള്ള ഓരോന്നും നമ്മൾ എടുത്തെടുത്ത് തന്നെ പഠിക്കുക. ഇനി ബാക്കി ഡെഫിനേഷൻസും ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി നമുക്ക് NDPS ആക്ട് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.